നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്ന ചാനലുകൾ രാത്രിയിലെ ഈ അന്തിച്ചർച്ചകൾ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാത്തിലും എന്താണ് പറയുന്നത്? ഇന്ത്യ തയ്യാറെടുക്കുന്നു, ഇന്ത്യ തിരിച്ചടിക്കാൻ കോപ്പ് കൂട്ടുന്നു, ഉടൻ തിരിച്ചടി, ഇന്ന് രാത്രി തന്നെ തിരിച്ചടിക്കും, നാളെ രാവിലെ തിരിച്ചടിക്കും, പുലർച്ചെ തിരിച്ചടിക്കും. ഇങ്ങനെയുള്ള നമ്മുടെ മാപ്രകൾ മുഴുവൻ എല്ലാ മലയാളം ചാനലുകളിലും ചർച്ചകൾ സജീവമായിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നമ്മളൊരു മീഡിയയെ വിളിച്ചു കൂട്ടി ചർച്ച നടത്തുന്നില്ല? അവർ കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല. നല്ല കാര്യമായി. ആരോടാ ഇത് പറയേണ്ടത്? നമ്മുടെ മാപ്രകളെല്ലാം വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി ഇതാ ഞങ്ങളിങ്ങനെ അടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്, ഉടനെ ഞങ്ങളെല്ലാം ബോംബുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം അങ്ങോട്ട് വെക്കും പിടിക്കും എന്നല്ലേ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഭാരതത്തിലെ സിംഗപ്പൂർ എന്നറിയപ്പെടുന്ന പെഹൽഗാമിൽ എല്ലാ ടൂറിസ്റ്റുകളും അവരുടെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം വന്ന് ആഘോഷിക്കുന്ന വേളയിൽ എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ്. പലരും ഇവിടെ റോപ്പ് വേയിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ താഴെ വെടിവെച്ച് കേൾക്കുന്നു. ആരും ചിന്തിച്ചില്ല അങ്ങനൊരു ഒരു തീവ്രവാദികളൊന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവർ 27ഓളം പേരെയാണ് അവർ വളരെ നിഷ്ഠൂരമായിട്ട് നമ്മുടെ മതം ചോദിച്ചുകൊണ്ട്, കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട്, ചൊല്ലാത്തവരെയും ഹിന്ദുക്കളായുള്ളവരെ തെരഞ്ഞു പിടിച്ച് കൊല ചെയ്തിരിക്കുന്നത്. മൃതദേഹങ്ങളിൽ പലരുടെയും പാൻറ്റും ഇന്നർവെയറും താത്തിയിട്ട നിലയിലായിരുന്നു. അതൊന്നും ആരും ഒരു മാധ്യമപ്രവർത്തകരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഇത് മതം നോക്കിയല്ല തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള സത്യമാണ്. തീവ്രവാദത്തിന് മതമില്ല. പക്ഷേ ഇത് മതം നോക്കി തന്നെയുള്ള തീവ്രവാദമാണ്. അവരുടെ ഉദ്ദേശോദാനം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് വരുത്തുന്ന രീതിയിൽ ഒരു മനോഭാവമാണ് അവർ കാണിച്ചത്. പക്ഷേ ആ പരിപ്പൊന്നും ഭാരതത്തിൽ വെന്തില്ല. ഇവിടെ അങ്ങനൊരു വേർതിരിവായിട്ട് ഇതിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. തീവ്രവാദം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊന്ന്, അവിടെ ഈ വെടിവെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റോപ്പ് വേ വഴി സഞ്ചരിക്കുന്ന ടൂറിസ്റ്റുകളെ തള്ളിവിടുന്ന ആ വ്യക്തി അല്ലാഹു അക്ബർ പറയുന്നുണ്ടോ? അയാളുടെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളൊരു പേടിച്ചിട്ടാണോ പറയുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് ആ വെടിവെച്ച കേൾക്കുമ്പോൾ അതിനെ അഡ്മിറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഭാവമാണ് എനിക്കുണ്ടായത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന കാശ്മീരിലുള്ള ഈ വിനോദസഞ്ചാരികൾക്ക് സഹായം ചെയ്യുന്ന, കുതിരവണ്ടിയും ഭക്ഷണമൊക്കെ കൊടുത്ത് സഹായം ചെയ്യുന്ന എല്ലാ ആൾക്കാരും വളരെ നിഷ്കളങ്കരാണെന്ന് ചിന്തിക്കരുത്. കാരണം ഒരു കാലത്ത് ഇവർ ഈ പറയുന്ന തീവ്രവാദികളുടെ കാശും വാങ്ങി അവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് ഒരു കാലത്ത്. ഇന്നവർ നമ്മുടെ ഇന്നത്തെ ഈ സംവിധാനത്തോട് ഇണങ്ങിച്ചേർന്ന് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ എത്ര പേര്, എന്തായാലും അറിയാമല്ലോ, ഒരു നാട്ടിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഭരണകൂടത്തെ സഹായിച്ചോണമെന്നില്ല, ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് നമ്മുടെ രാജ്യത്തെ നോക്കിക്കോണമെന്നില്ല. അതിനകത്തും ദുഷ്ടലാക്കോടിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരാണ് നമ്മുടെ രാജ്യദ്രോഹികൾ. ഞാനീ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഇന്ന് ഭാരതത്തെ സ്നേഹിക്കാത്ത, ഭാരതത്തിൽ താമസിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ശത്രു രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ ശത്രുക്കൾ, രാജ്യദ്രോഹികൾ. അത് ഏത് വിഭാഗമായാലും, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും സിഖ് ആയാലും പാർസി ആയാലും രാജ്യദ്രോഹികളെന്ന് അറിയപ്പെടേണ്ടത് അവരെയാണ്. ആരായാലും ശരി, നമ്മളെ ഭാരതത്തിൽ താമസിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ ശത്രുരാജ്യത്തിന് അനുകൂലമായി മനോഭാവം കാണിക്കുന്നവരാണ് ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ 1000-ൽ പരം ആൾക്കാരെയാണ് ബംഗ്ലാദേശിൽ ആൾക്കാരെ ഇന്ത്യൻ സേന പിടിച്ചത്. അതുപോലെ ഇന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കേരളത്തിൽ ഇഷ്ടം പോലെ ബംഗ്ലാദേശികൾ സ്ലീപ്പർ സെല്ലുകളായി ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാവപ്പെട്ട അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിൽ അവരൊന്ന് മിങ്കിൾ ചെയ്ത് ഇന്നിവിടെ കഴിയുന്നുണ്ട്. ഇവരൊക്കെ സ്ലീപ്പർ സെല്ലായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രശ്നം വരട്ടെ, ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അപ്പോഴാണ് ഇവിടെ തനിനിറം പുറത്തു വരുന്നത്. അവരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചു വിടേണ്ട കാലം കഴിഞ്ഞു. അത് ഒരു കാര്യം അങ്ങനെ നിൽക്കുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത്, ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് കൊടുക്കുകയാണെന്ന് വേണ്ടത്. അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പം അവർ വന്ന് മീഡിയയുടെ മുമ്പിൽ വിശദീകരിച്ചിട്ട് ഇത് ലൈവ് ടെലികാസ്റ്റായിട്ട് പാകിസ്ഥാനിൽ നിന്ന് കേൾക്കാനുള്ള അവസരമല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ വാർ സമയത്ത്, ഈ യുദ്ധസമയത്ത്, ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ത്യയിലെ ഒരു ലൈവ് ടെലികാസ്റ്റും മറ്റു രാജ്യങ്ങളിൽ കാണുന്ന വിധത്തിൽ ഉള്ള സൗകര്യം ഒരുക്കരുതെന്നാണ്. അതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിരോധിക്കേണ്ടത് ഭാരത സർക്കാരാണ്.
ഇപ്പം നമ്മൾ പാകിസ്ഥാനിലെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഒരു എക്സ് അക്കൗണ്ട് നിരോധിച്ച പോലെ നമ്മൾ ഇവിടുത്തെ എല്ലാ യൂട്യൂബ് ചാനൽ, എല്ലാ ലൈവ് ടെലികാസ്റ്റുകളും എല്ലാം മറ്റു രാജ്യങ്ങളിൽ ഈ യുദ്ധം കഴിയുന്നിടം വരെ ഈ തിരിച്ചടി കൊടുക്കുന്നത് വരെ, യുദ്ധം മീൻസ് തിരിച്ചടി, ഈ തിരിച്ചടി കൊടുക്കുന്നത് വരെ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള സംരക്ഷണം തടയണം. എന്നാൽ മാത്രമേ അത് ഒരു ശരിയായ മാർഗമാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ കാണുന്നത്? ഇവിടെ വിചാരണയാണ്. എല്ലാ ചാനലുകാരും അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വിചാരണ ഇരുത്തി ചോദിക്കുന്നു, അവരെ ചോദിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് BJP-കാരനെ കോൺഗ്രസ്സുകാരും വിമർശിക്കുന്നു, മറ്റൊരു വിമർശിക്കുന്നു. ചില ചാനലിലിരിക്കുന്ന ഈ ഈ അവതാരകന്മാരുടെ ഉള്ളിലുള്ള തനി പച്ച രാഷ്ട്രീയം പുറത്ത് കാണിച്ചുകൊണ്ടാണ് ഒരു അവതാരകയൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട സ്ഥലത്ത് പച്ചയായ രാഷ്ട്രീയം കുത്തിവെക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനുള്ള ചാനലുകളുണ്ടല്ലോ. അതിവിടുത്തെ ഇപ്പം CPM-ൻ്റെ ചാനൽ, കൈരളി ചാനലുണ്ട്, അതുപോലെ കോൺഗ്രസിനൊരു ചാനലുണ്ട്, മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. ഇതല്ല, ഇത് നിഷ്പക്ഷമായിട്ട് നമ്മൾ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഈ വിഷങ്ങളിരുന്ന് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇതിന് ഒരു അന്ത്യം, ഇതിനൊരു മീൻസ് ഇത് കഴിയുന്നിടം വരെ ഇപ്പോൾ ഒന്നും വേണ്ട, മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് നമ്മളിപ്പം ഈ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ എന്തോ ഒരു തിരിച്ചടിക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അതിനുള്ള ദോഷവശങ്ങൾ നമ്മൾ ചിന്തിക്കണം. എന്താണ് ദോഷവശങ്ങൾ? അവർക്ക് അവിടെ നിന്നെല്ലാം മാറാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞു. ഇന്ന് പാകിസ്ഥാൻ്റെ ഒരു ഇതിലും അവരുടെ പട്ടാളക്കാരില്ല. അവരെല്ലാം അവിടെ നിന്ന് പിന്മാറി, അവരുടെ കൊടികളെടുത്ത് മാറ്റി. അവർ നമ്മളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് അവർ മാറിയിരിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ അറിയാം അതിൻ്റെ ബാക്കിയുള്ള ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന്. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടേ ഭാരത സർക്കാർ പ്രവർത്തിക്കുള്ളൂ എന്ന് നമുക്കറിയാം. പതിയിരുന്ന് സാവധാനം സമയം നോക്കി കൃത്യമായ സമയത്ത് കൊടുക്കാൻ ശേഷിയുള്ള ഒരു ഭരണകൂടം തന്നെയാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അത് യാതൊരു സംശയവുമില്ല. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നു. ആ സർജിക്കൽ സ്ട്രൈക്ക് നടന്നതിന് സംശയം പ്രകടിപ്പിച്ച നമ്മുടെ ധീര സൈനികരെ സംശയത്തിന് നിഴലിൽ നിർത്തിയ ആൾക്കാരൊക്കെയുള്ള രാജ്യമാണ് ഇവിടെ. അവസാനം അവർക്ക് തന്നെ പറയേണ്ടി വന്നു, ഞങ്ങൾ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന്. ഇന്ന് കണ്ടില്ല, ഇന്നെല്ലാം ഇന്ന് വരുന്ന ഇപ്പം തിരിച്ചടിക്കുള്ള എല്ലാ സംവിധാനവും സൈന്യത്തെയാണ് ഭരണകൂടം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ വിശ്വസിക്കുക, അവർ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ഇന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ പോലും അത് പരാജയമായിരിക്കും. കാരണം ഇന്നത്തെ പാക് ഒക്യുപൈഡ് കാശ്മീരിലുള്ള എല്ലാ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലും ഒരാൾ പോലുമില്ല. അവരെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചു. കാരണം ഇന്ത്യ അടിക്കും എന്നവർക്കറിയാം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, 72 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവർ തന്നെ അനൗൺസ് ചെയ്തു. പിന്നെ ഇവരെല്ലാം വന്നിട്ട് ഈ ട്രെയിനിങ് സെൻറ്ററിൽ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം നമ്മളവിടെ ബോംബിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബിൽഡിംഗ് തകരുക എന്നല്ലാതെ ഒരാൾ പോലും അവിടെ മരണപ്പെടുകയില്ല. കഴിഞ്ഞ പ്രാവശ്യമുള്ള അറ്റാക്ക് അങ്ങനെയല്ലായിരുന്നു, പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. ഇപ്പോൾ ഈ ചാനലുകൾ മൊത്തം ഇത് ഊതി വീർപ്പിച്ച് ഇപ്പോൾ അടിക്കും, ഇന്നടിക്കും, നാളെ രാവിലെ അടിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഈ പറയുന്ന ഓരോ ദിവസവും അവർക്ക് നിർണായകമാണ്. ഈ ഓരോ ദിവസവും അവരുടെ ഏതൊക്കെ സ്ഥലങ്ങൾ അവർക്കറിയാമല്ലോ. ഇപ്പം നമ്മുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ, ഇത് തീവ്രവാദ പരിശീലന കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് അവിടെ തന്നെ ഇരിക്കാൻ പറയൂ. അവരെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദൗത്യം വീണ്ടും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അറ്റാക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം സാധിച്ചേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ നമ്മുടെ സൈനിക നടപടി ആലോചിച്ച് സാവധാനമായി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കറിയില്ല. ലക്ഷ്യം വെക്കുന്നതൊക്കെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് ലീക്കായിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട് അവിടെ നടക്കുന്ന ചർച്ച എന്താണെന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് രാശി ഒക്കെ നിരത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ചാനലുകൾ ചർച്ച ചെയ്യുന്നത്. ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതുകൊണ്ട് ഇതായിരിക്കും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക. പ്രധാനമന്ത്രി ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, സമയം വളരെ കുറവാണ്, ലക്ഷ്യം വലുതാണ്. ആ വാക്കുകളിൽ, ആ മോഡുലേഷനിൽ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. കാത്തിരിക്കാം. എന്തിനാണ് വെറുതെ കിടന്ന് ഈ ബഹളം കൂട്ടുന്നത്? വൈകുന്നേരം വേറെ ചർച്ചയ്ക്ക് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഇത് തന്നെ ഇട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ദോഷമേ ചെയ്തു. ഇതല്ല ഒരു മാധ്യമ പ്രവർത്തനം. ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും തേജോവധം ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം, ഉദാഹരണത്തിന് നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുകയാണ്, സുരേഷ് ഗോപി പറഞ്ഞൊരു വാക്ക്,
ഉന്നത കുലജാതനായിരിക്കണം ഒരു പിന്നോക്ക സമുദായത്തിൻ്റെ ഇത് നയിക്കേണ്ടത് എന്ന് പുള്ളി പറഞ്ഞൊരു വാക്കാണല്ലോ എന്ന് കോട്ട് ചെയ്ത് ഇത്രയും ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് ആരും കേട്ടില്ല. അതേപോലെ പിന്നോക്ക സമുദായത്തെ ഉന്നത കുലജാതൻ ഭരിക്കണമെങ്കിൽ ഉന്നത കുലജാതയുടെ ഇതിനെ കമ്മീഷനെ ഒരു പിന്നോക്ക സമുദായക്കാരനാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞത് എത്ര ഒരു നീതിയുക്തമായ കാര്യമാണ്. അതിലെന്താണ് വർഗീയതയുള്ളത്? പിന്നെ വേറൊരു കാര്യവും സുരേഷ് ഗോപി പറഞ്ഞു. ഈ സുരേഷ് ഗോപി മാത്രം ഇങ്ങനെ പറയുന്നുണ്ട് തെറ്റിദ്ധരിക്കേണ്ട, നാളെ നിങ്ങൾ എന്നെ ഒരു സംഖ്യയാക്കാം. സുരേഷ് ഗോപി അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. അയാളുടെ ഒരു നിഷ്കളങ്കതയും അയാളുടെ ഒരു ആത്മാർത്ഥതയും അറിയുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. ഒന്നുമല്ല. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണ്, എനിക്കൊരു ബ്രാഹ്മണനായി അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? അടുത്ത ജന്മത്തിലും എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിൻ്റെ അടുത്ത വാക്ക് ആരും കേട്ടില്ല. എനിക്ക് ശബരിമല അമ്പലത്തിനകത്ത് ശ്രീകോവിലിനകത്ത് അയ്യപ്പൻ്റെ അടുത്തിരുന്ന് മന്ത്രം ചൊല്ലണം, അയ്യപ്പനെ അടുത്തിരുന്ന് കാണണം, ദർശിക്കണം, അനുഗ്രഹമാണ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ഏതെങ്കിലും ഒരു വിവരമുള്ള മനുഷ്യൻ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുമോ? അപ്പോൾ അത് വെട്ടിമാറ്റി ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അതിനായിട്ട് അലക്കുക. ഇതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നാളെ തൊട്ട് ഈ മീഡിയ ഭാരം എന്നുള്ളതൊരു സംഘിച്ചാലായി മാറുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് ഇങ്ങനെയല്ല, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. ഇതൊന്നും അധികം കാലം മുമ്പോട്ട് പോകില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് ഉണ്ടാകുന്നത്? അയാൾക്ക് ഉയർച്ചയാണ് ഉണ്ടാകുന്നത്, ഒരു താഴ്ചയില്ല. ഒരാളെ ആത്മാർത്ഥമായിട്ട് അയാൾ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഒരുവിധക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ് വിമർശിക്കുന്ന ആൾക്കും അറിയാം സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണ് അയാളുടെ ഉള്ളിലുള്ളതെന്ന്. അയാളൊരു വർഗീയവാദിയൊന്നുമല്ല. പിന്നെ അയാൾ ഇന്ന് BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണുള്ളത്. ആ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കേണ്ടത് അയാളുടെ ആവശ്യമാണ്. ഏതൊരു സംഘടനാ പ്രവർത്തകനും ചെയ്യുന്നത് തന്നെയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പുള്ളി അവരുടെ കാര്യങ്ങളും അവരുടെ അനുകൂല മനോഭാവമുള്ള ചർച്ചകളും പ്രസ്താവനകളും ഇറക്കുകയാണ് ചെയ്യുന്നത്. അതിനിങ്ങനെ ഒരാളെ ക്രൂശിക്കുകയല്ല വേണ്ടത്. എന്തിനാ അയാളെ ക്രൂശിച്ച് അടുത്ത ഇലക്ഷനിൽ അടുത്ത പ്രാവശ്യം മത്സരിക്കുമ്പോൾ തോൽപ്പിക്കാനല്ലേ? അത് തോൽപ്പിച്ചോളൂ. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ മുഴുവൻ നമ്മൾ സംരക്ഷണം ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊരു വാക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെല്ലാം വരും. ഇവിടുത്തെ ചാനൽ അവതാരകന് മൂല്യാബദ്ധം പറ്റിയിട്ടില്ലേ? പോക്സോ കേസിലടക്കം പെട്ടില്ലേ? പണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ റൂമിലും മുമ്പിലും മുഴുവൻ കുപ്പികളാണ്. ഈ കുപ്പി മീൻസ് പാത്രങ്ങളിരിക്കും. എന്താണെന്നറിയോ? തൈര് പാത്രങ്ങളാണ്. എല്ലാ ആർട്ടിസ്റ്റുകളോടും പറയും, തൈര് ആർക്കെങ്കിലും വേണ്ടെങ്കിൽ എനിക്ക് തരണം. എല്ലാവരും കൊണ്ടുപോയി സുരേഷ് ഗോപിയുടെ മുറി കൊടുക്കും. സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കും, തൈര് കൂടിയാണ്. അപ്പം ഒരു പാവം മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്, സ്നേഹിക്കാനും സഹായിക്കാനും മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് പറ്റിയ ഫീൽഡല്ല ഈ രാഷ്ട്രീയം. അയാൾക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ ഭാഗ്യം നീ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാവരും കൂടി അയാളെ ഇപ്പം ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കിയ പോലെ അങ്ങനെ ഇപ്പം മാനസിക എന്തായാലും തെറ്റിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കഷ്ടമാണ്. ഈ 5 വർഷം തൃശ്ശൂരിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി മാത്രം ഒരു മന്ത്രിയല്ലല്ലോ, സഹമന്ത്രിയല്ലോ, ഈ ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും അയാൾ ചെയ്തോട്ടെ. അയാൾ ഇനി അടുത്ത പ്രാവശ്യം മത്സരിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു പാവം മനുഷ്യനാണ്. ഇപ്പോൾ ഇത് പറഞ്ഞു വരുമ്പം മൊത്തം ഞാൻ സംഖ്യയായേ. കാരണം പണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞത്? ഇന്ന് വിദേശ രാജ്യങ്ങളിലുള്ള കള്ളപ്പണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം വരെ ഇടാനുള്ള തുകയുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാറ്റി മറിച്ച് 15 ലക്ഷം വരെ ഇടാമെന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് ചോദിച്ച ആൾക്കാരാണ്. അത് എന്തൊരു കഷ്ടം നോക്കണേ. വിശദീകരിച്ച് മടുത്ത് ഇന്നത്തെ കേരളത്തിലെ BJP പ്രതിനിധികളൊന്നും ആരും അതിനെപ്പറ്റി സംസാരിക്കാറില്ല. കാരണം എന്താ, അതങ്ങനെയാണ് പറഞ്ഞത്. അത്രയും തുകയുണ്ടാകും. ഏതെങ്കിലും ഒരു വിഡ്ഢിയാണോ ഇന്ത്യ ഭരിക്കുന്നത്? ഇങ്ങനെ അവിടുത്തെ പൈസ മുഴുവൻ കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിൽ ഇടുന്നു പറയുന്നത് കേട്ടിട്ട്, അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് കേൾക്കുന്ന നിങ്ങളല്ലേ വിഡ്ഢികൾ? ആലോചിച്ച് നോക്ക്, ആരെങ്കിലും ചെയ്യുമോ? അത്രയും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരാളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെ ഇടാനുള്ള പണം വിദേശ രാജ്യങ്ങളിൽ കള്ളപ്പണമായിട്ട് ഭാരതത്തിലെ ആൾക്കാരുടെ കള്ളപ്പണം വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്?
ഒരാൾ വരുമ്പം 4-5 പ്രാവശ്യം അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ബാഗുകൾ പരിശോധിക്കുന്നു, അയാൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള രേഖകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അത് പിന്നെ ആരും അങ്ങോട്ട് വരില്ല. വരാതാകുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഇപ്പം അടച്ചിട്ട പോലുള്ള അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് സുരക്ഷയിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായത്. എന്തിനധികം പറയുന്നു, അമേരിക്കയുടെ ചാരക്കണ്ണുകൾ ഇന്ന് ലോകപ്രശസ്തമാണല്ലോ. അമേരിക്കയാണല്ലോ എന്തും കണ്ടുപിടിക്കുന്നത്. അമേരിക്ക ട്രേഡ് സെൻറ്റർ തവിട് പൊടിയാക്കിയില്ലേ, പെൻറ്റഗണിൽ ബോംബിട്ടില്ലേ, എന്തെല്ലാം ചെയ്തു. അത് എവിടെ ഇരുന്നുകൊണ്ട്? അഫ്ഗാനിസ്ഥാനിലെ മലയിടുക്കിലിരുന്നു കൊണ്ട് ഒസാമ ബിൻ ലാദൻ അത് നിർവഹിച്ചു എന്നാണ് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഉണ്ടായത്. കുറേ കാലങ്ങളായിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടാണ് അതവർ നേടിയെടുത്തത്. അതാണ് ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുടെ ഒരു മിടുക്ക്. അത് എല്ലാ സുരക്ഷാ നിരീക്ഷണങ്ങളും തകിടം മറിച്ചുകൊണ്ട് വളരെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇന്നും വേണ്ട, ഇപ്പം ഈ പറയുന്ന 4 പേര് 1.5 വർഷം മുമ്പാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നു കയറിയത്. എന്നിട്ട് സ്ലീപ്പിംഗ് സെല്ലായിട്ട് കിടക്കുകയാണ്. പല വീടുകളിലും ഈ പറയുന്ന കാശ്മീരിൽ അവർ ആരും അറിയാതെ ജീവിക്കുകയാണ്. ആ സന്ദർഭം നോക്കി, ഈ കൃത്യമായ ഒരു സന്ദർഭം നോക്കി അവരുടെ ഉദ്ദേശം 100 കണക്കിന് ആൾക്കാരെ കൊല്ലുക എന്നതായിരുന്നു. അതാണ് പ്ലാൻ എ. അവസാനം പ്ലാൻ ബി എ നടന്നുള്ളൂ. അപ്പം ആലോചിച്ച് നോക്കൂ. അപ്പം എല്ലാ സ്ഥലത്തും ഇന്നിപ്പം നാളെ ഈ കേരളത്തിലും ഇതേപോലെ സ്ലീപ്പിംഗ് സെല്ലായി കിടക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാളെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും അത് നാളെ നമ്മൾ സുരക്ഷാ വീഴ്ച ഇവിടുത്തെ എന്ന് പറയും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ സുരക്ഷ ഉള്ളിടത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടാവും. എല്ലാ രാജ്യങ്ങളിലും സുരക്ഷാ വീഴ്ചകളുണ്ട്. എല്ലായിടത്തും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടനെ രാജിവെക്കുക. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ രാജിവെച്ച് പിരിച്ചുവിട്ടിട്ട് എന്നിട്ട് ആരാ കയറിയിരുന്ന് ഇതിന് പകരം വിട്ടാൻ പോകുന്നത്? കഷ്ടം തന്നെ. ഇന്ന് മറ്റൊരു പ്രശ്നമാണ് കത്തി നിൽക്കുന്നത്. വേടനെ 1.5 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു. നാണമുണ്ടോ? 1.5 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിരോധിച്ചത്. ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കഞ്ചാവ് അരച്ച് പാലിലരച്ച് കുടിക്കാൻ തരുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെയൊക്കെ ലീഗലായിട്ട് വെക്കുന്നുണ്ട്. ഈ കഞ്ചാവ് പിടിക്കുന്നതാണോ പ്രശ്നം? വേറെ എന്തെല്ലാം നമ്മുടെ സിന്തറ്റിക് ഡ്രഗ്സ് വളരെ മാരകമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കഞ്ചാവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മാന്യം ഇത് വരിക എന്നുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ കഞ്ചാവിൽ നിന്നും മാരകമായ മറ്റൊരു ഭവിഷ്യത്തുകളും കാര്യമായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി അത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക്. പക്ഷേ അതാണോ ഈ ഇത്രയും നല്ലൊരു ഇന്നത്തെ ഒരു റാപ്പ് സിംഗർ? അവൻ്റെ ഓരോ പാട്ടിലെയും വരികളുടെ അർത്ഥം നോക്കൂ. എത്ര അർത്ഥവത്തായ വരികളാണ്. എത്ര പെട്ടെന്നാണ് വലിയൊരു സമൂഹത്തെ, ഒരു ചെറുപ്പക്കാരുടെ വലിയൊരു സമൂഹത്തെ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ അവൻ്റെ സന്ദേശങ്ങൾ, അവൻ പറയുന്ന വാക്കുകൾ, അവൻ പറയുന്ന വരികളിലെ അർത്ഥങ്ങൾ അത്രയും ആൾക്കാരിലേക്ക് റീച്ച് ആവുകയാണ്. അവനിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നാളെ പറയിപ്പിക്കാൻ പറ്റും. നല്ല കാര്യങ്ങൾ. ഒരിക്കലും ഒരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലോ ഒരു തമ്മിത്തല്ലിക്കുന്ന രീതിയിലോ ഒരു വർഗീയ ലഹളം നടക്കുന്ന രീതിയിലോ വേടനൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇവിടെ ജാതിയുടെ ഈ അടിച്ചമർത്തലുകളിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ അനുഭവങ്ങളാണ് അവൻ്റെ വരികളിലൂടെ അവൻ പ്രകടമാക്കുന്നത്. ഇത്രയും നല്ലൊരു കലാകാരനെ ഇങ്ങനെ കൊണ്ടുപോയി ക്രൂശിക്കരുതായിരുന്നു. ഒരു പുലിപ്പല്ല്, എത്രയോ ആൾക്കാർ പണ്ട് പുലിപ്പല്ലും പുലിനഖമൊക്കെ എൻ്റെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു പുലിനഖങ്ങൾ. അതൊക്കെ നമ്മൾ അറിയാതെ എടുത്തു വെച്ചിരുന്ന് അത് മാൻതോലിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറഞ്ഞ് പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. മാൻകൊമ്പോ ഒക്കെ. ദൈവമേ, നാളെ ഇനി എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ കുടുംബത്തിൽ മുൻകാലത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ പരമ്പരാഗതമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് നമ്മളും പോയി കിടക്കണ്ടേ? ഇവർ പറഞ്ഞ പോലെ ജയിലിൽ പോയി അതിന് മറുപടി പറയണ്ടേ? ആ അവസ്ഥയാണ് ഇപ്പം. സുരേഷ് ഗോപിയുടെ കഴുത്തിലൊരു പുലിപ്പല്ലോറ്റം ഉണ്ടായിരുന്നു തന്നെ അതിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. സിനിമക്കാരുടെ കയ്യിൽ കുറേ പുലിപ്പല്ലുകളൊക്കെ ഉണ്ടാവും. ഇത് പല്ലെന്ന് വരച്ച് നോക്കുമ്പോൾ അറിയാം അത് പല്ലാണോ പ്ലാസ്റ്റിക്കാണോ ഫൈബറാണോ എന്ന്. പക്ഷേ ആരോ കൊടുത്തതാണ്. വേടനേതോ മദ്രാസിലുള്ള അത് കണ്ടുപിടിക്കുന്ന അയാളെ ഇതൊക്കെ വെച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അയാൾക്കവിടെ ഉറക്കമുണ്ടാവില്ല നാളെ എങ്ങനെയാണ് ഇത് കിട്ടിയത്, പുലിപ്പല്ല് കിട്ടിയത്. ചിലപ്പോൾ ഏതെങ്കിലും പട്ടിയുടെ പല്ലായിരിക്കും, പറയാൻ പറ്റില്ല. ഇന്ന് ഈ പറയുന്ന മയിലെണ്ണ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ആൾക്കാർ വിൽക്കുന്നത് എന്താണ്? തേൻ വിൽക്കുന്നത്, മയിലെണ്ണ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത് മയിലെണ്ണയാണോ തേനാണോ വിൽക്കുന്നത്? അവർ വിൽക്കുന്ന കുറേ പുലിപ്പല്ലും പുലിതവും നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം
ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ വേടൻ്റെ ഈ ഈ അവസരത്തിലുള്ള ഒരു ഇത് ഈ ഇന്ന് കാണിച്ച ഈ വ്യഗ്രത അവരെങ്ങനെയെങ്കിലും പൂട്ടണം എന്നുള്ളത്. ഈ 1.5 എത്രയോ ഗ്രാം വരെ 20 ഗ്രാം വരെയാണെന്ന് തോന്നുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കാര്യമേ ഉള്ളൂ. ആ രീതിയിൽ 9 പേരിരുന്ന് ആണ് 6 ഗ്രാം പിടിച്ചത്. അപ്പോൾ 1 ഗ്രാം പോലും വരുന്നില്ല ഒരാൾക്ക്. അപ്പോൾ ആ 1 ഗ്രാമൊന്നും ഒരു പരാതി പിടിക്കേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഞ്ചാവ് ഇവിടെ സുലഭമാണ്, പല സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്. കഞ്ചാവിന് അത്രയും ഒരു ഭയങ്കര. അതേസമയത്ത് ഒരു സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അവനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം. ഇനി ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വേടനെ അറസ്റ്റ് ചെയ്തതിന് കേന്ദ്രത്തെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. കേന്ദ്രം നരേന്ദ്രമോദി വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, സഹിക്കുന്നില്ല, ED വരുമെന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരം വീട്ടിയതാണ്. അതിനൊരു പാട്ടിൽ പറയുന്നല്ലോ, പാട്ട് പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി പറയുന്നത് നാളെ ഒരു സിനിമ എടുത്താൽ നാളെ ED നമ്മളെ വരും എന്ന് പറഞ്ഞതിന് പകരം വീട്ടിയതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾക്ക്. വിഡ്ഢികളായ ആൾക്കാർ അത് ആര് വിശ്വസിക്കാനാണ്? അവിടുന്ന് നരേന്ദ്രമോദി കേന്ദ്രം പറഞ്ഞിട്ടാണോ വേടനെ അറസ്റ്റ് ചെയ്തത്? എന്ത് പറഞ്ഞാലും വേടനെപ്പോലെ ഉയർന്നു വരുന്ന ഒരുപാട് മാസ് ഓഡിയൻസുള്ള ഒരു പെട്ടെന്ന് മെയിൻ സ്ട്രീമിലേക്ക് വളരെ ഒരു ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പിടിച്ചത് നോക്കിക്കോ. അടുത്ത വേടൻ്റെ വരികളിൽ ഇനിയും കടുപ്പമുള്ള പലരെയും വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന വാക്കുകൾ ഉള്ള വരികളുള്ള പാട്ടുകൾ ഇനിയും വരും. നമുക്ക് വേടന് വേണ്ടി എത്രയും വേഗം വേടൻ്റെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി വീണ്ടും എന്തൊരു പുതിയ ഒരു പാട്ടുമായി എല്ലാവരെയും രസിപ്പിക്കാൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ സമയത്ത് ഒന്ന് സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഏതൊരു പൗരനും, ഭാരതത്തിലെ ഒരു പൗരന് തോന്നുന്ന ഒരു മനോഭാവമാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ. എന്തെങ്കിലും ആരെയെങ്കിലും വേദനിപ്പിച്ചതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.